പത്തനംതിട്ടയിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗം പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ വിമലാണ് രാജിവെച്ചത്. ഭരണസമിതിയിൽ കൂടിയാലോചനയില്ലെന്ന് ആരോപിച്ചാണ് രാജി. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, നേരത്തെ തന്നെ ഷീജ ഇടഞ്ഞു നിൽക്കുകയായിരുന്നോ? എന്താണ് അവിടെ സംഭവിച്ചത്? അയിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വിമലാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം രാജിവെച്ചിരിക്കുന്നത്. ഷീജ അയിരൂർ നോർത്ത് CPIM ലോക്കൽ കമ്മിറ്റിയിൽ അംഗം കൂടിയാണ്. നേരത്തെ തന്നെ നിരന്തരം ഇവർ ഈ ഭരണം സംബന്ധിച്ചും ഒപ്പം തന്നെ പദ്ധതി വിഹിതം അത് ചെലവാക്കുന്നത് സംബന്ധിച്ചും ചില പരാതികളൊക്കെ CPM നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഷീജയുടെ ആ ഒരു പരാതി വേണ്ടത്ര രീതിയിൽ CPIM നേതൃത്വം പരിഗണിച്ചിരുന്നില്ല എന്നാണ് ഷീജ വിമൽ പറയുന്നത്. അതേസമയം തന്നെ ഭരണസമിതി കൂടുമ്പോൾ വലിയ കൂടിയാലോചനകളൊന്നും ഈ പദ്ധതി നിർവഹണം സംബന്ധിച്ച് വരുന്നില്ല. അങ്ങനെയൊരു പരാതി കൂടി അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഷീജ വിമലുമായി അനുനയ നീക്കത്തിനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടായില്ല. ഒടുവിലാണ് അവർ ഇപ്പോൾ അയിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരിക്കുന്നത്. CPMനെ സംബന്ധിച്ച് ചെറിയൊരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം CPMന് നിലവിൽ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ 6 അംഗങ്ങളാണുള്ളത്. BJPക്ക് 5 അംഗങ്ങളുണ്ട്. UDFന് 3 അംഗങ്ങൾ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു അംഗമുണ്ട്, ഒരു സ്വതന്ത്രനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷീജ വിമലിന്റെ രാജി മൂലം LDFിലെ അംഗങ്ങളുടെ എണ്ണം 5ആയി കുറയുകയാണ്. അതായത് 5 LDF ഒപ്പം തന്നെ 5 BJP അംഗങ്ങൾ, അങ്ങനെ സമാസമത്തിലേക്ക് എത്തും. ഒരുപക്ഷെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതേസമയം തന്നെ ഷീജ വിമലുമായി നാം വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് നേരത്തെ തന്നെ ആ പ്രദേശത്ത് അയിരൂർ മേഖലയിൽ ഒരു കുന്ന് ഇടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നിരുന്നു. അവിടെ ഒരു ഒറ്റയാൾ സമരം ഷീജ വിമൽ നടത്തിയിരുന്നു. പ്രധാനമായും ആ കുന്ന് ഇടിക്കരുത് എന്നതായിരുന്നു ഷീജ വിമലിന്റെ ഒരു ലക്ഷ്യം ആയിരുന്നത്. പക്ഷേ അതിന് വേണ്ടത്ര സഹകരണം അല്ലെങ്കിൽ ആ കുന്നിടിക്കുന്നത് തടയുന്നതിനുള്ള സഹായങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നൊരു വലിയ പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. സ്ഥിരം ഭരണസമിതി കൂടുമ്പോൾ അവർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പോൾ വികസനം സംബന്ധിച്ചും ഒപ്പം തന്നെ പദ്ധതി വിഹിതം അത് കൃത്യമായി ചിലവാക്കുന്നത് സംബന്ധിച്ചും അവരുടെ പരാതികൾ ഭരണസമിതി യോഗത്തിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതാരും ഭരണസമിതി അംഗങ്ങളോ ഒന്നും ചെവിക്കൊണ്ടില്ല എന്നൊരു പരാതി കൂടി ഷീജ വിമൽ പറയുന്നു. ഏതായാലും പാർട്ടി നേതൃത്വം കൃത്യമായും ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. ഷീജ വിമലിനെ അനുനയിപ്പിക്കാൻ ഒരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതെ ഇപ്പോൾ പഞ്ചായത്ത് അംഗത്വം തന്നെ അവർ രാജിവെച്ചിരിക്കുകയാണ്. നേരത്തെ 5 തവണ ഇവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2 പ്രാവശ്യം ഇവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. CPMന്റെ അയിരൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യ CPM ലേബലിൽ പഞ്ചായത്ത് പ്രസിഡന്റാകുന്ന ആദ്യ ആൾ കൂടിയായിരുന്നു ഷീജ വിമൽ. അങ്ങനെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് ഷീജ വിമൽ. ഏതായാലും പാർട്ടി ജില്ലാ നേതൃത്വത്തിനോ ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നേരത്തെ ഷീജ വിമലിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോൾ പറയുന്നത് ഈ 4.5 വർഷം ഗ്രാമപഞ്ചായത്ത് ഭരണം CPM നശിപ്പിച്ചു എന്നാണ്. അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകാൻ യാതൊരു ആഗ്രഹവും ഇല്ല എന്നുകൂടി അവർ പറയുന്നു. ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി അവർ അങ്ങനെ ഒരു ആവശ്യം ഏതായാലും ഉന്നയിച്ചിട്ടില്ല. പ്രധാനമായും CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിലല്ല, പദ്ധതികളൊക്കെ മുടങ്ങുന്നു, തന്റെ വാക്കുകൾ പാർട്ടി നേതൃത്വം കേൾക്കുന്നില്ല. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള പരാതികളാണ് ഷീജ വിമലിനുള്ളത്. അങ്ങനെ CPMന്റെ അംഗസംഖ്യ ഇപ്പോൾ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ 5ആയി കുറഞ്ഞിരിക്കുന്നു. BJPക്കും 5 അംഗങ്ങൾ തന്നെയാണുള്ളത്. കേരള കോൺഗ്രസ് J വിഭാഗത്തിന് 1 അംഗങ്ങളുണ്ട്. UDFന് 3 അംഗങ്ങളുണ്ട്, ഒരു സ്വതന്ത്രനുണ്ട്. ഒരു പക്ഷേ ഇനി ഒരു അവിശ്വാസ പ്രമേയം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഏതായാലും ലക്ഷ്യമിടുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു.